ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 27 രാവിലെ അപ്പോൾ നമ്മളെല്ലാവരും അധികം ആൾക്കാരും മധുരം ഉണ്ടാക്കില്ലേ. അപ്പോൾ ഞങ്ങൾ അതുപോലെ മധുരം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നെയ്യപ്പം ചുടാമെന്നാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പിന്നെ നമുക്കിന്ന് കെട്ടിയെടുത്ത് പുട്ടുണ്ടാക്കണം എന്നാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. അപ്പം അങ്ങനെ അതും ഉണ്ടാക്കണം. അപ്പം അതിന് ഞാൻ താഴത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടോ. അരി പിന്നെ നമ്മൾ ഓൾറെഡി കഴുകി ഇട്ടതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് വെള്ളം വാർത്ത് വെക്കട്ടെ. ഇതാ അങ്ങനെ നമ്മൾ ഇതട്ടോ നെയ്യപ്പത്തിന് കൂട്ടി വെച്ചതല്ല കൂട്ടി വെക്കുകയാണ്. എന്തത് കാണാത്തു അതട്ടോ നമ്മൾ നെയ്യപ്പത്തിന് കൂട്ടി വെക്കുകയാണ്. നല്ലപോലെ മിക്സ് ആക്കണം കേട്ടോ. കട്ടൊന്നും കൂടാതെ ഇതാ കിട്ടണമെങ്കിൽ. ഇതിൽ കുറച്ച് ശർക്കര പാനിയും കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലൊന്നും എത്തിയിട്ടില്ല. ഇത് ചുട്ട് കഴിഞ്ഞിട്ട് തീരുമാനിച്ചു എന്താക്കണം, അല്ലെങ്കിൽ എടുത്തു വെക്കണോ, നെക്സ്റ്റ് ഡേ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് മാറ്റി വെക്കണോ. ഇതട്ടോ ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ നമ്മൾ ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇത് ഞാൻ മാറ്റി വെക്കട്ടെ കേട്ടോ. ഇത് നമുക്ക് അടച്ചു വെച്ചാണ് മാറ്റി വെക്കുക കേട്ടോ. നമുക്ക് ചുടുന്ന സമയത്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. എന്നിട്ട് വേണം ഇതിനെ കുളിക്കാൻ പോകാനായിട്ട് കേട്ടോ. ഭൂലോക തോൽവി ഗൈസ്. പ്രാവശ്യത്തെ നെയ്യപ്പം ശരിയാണില്ല എന്നും ഞാൻ തന്നെ കേട്ടോ ചുടല്. ഇത് ഷേപ്പും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം. ഇത് കുറച്ച് എണ്ണ ചൂടായതാണ് കേട്ടോ. എന്ത് വേണേലും പറയട്ടെ, എന്ത് പേര് വേണമെങ്കിലും ഇടാം. ഈ ഒരു നെയ്യപ്പം എന്ന് പേരുള്ളൂ, എന്തും പറയാം. എന്താ എന്നും നമ്മൾ വിജയം മാത്രം കാണിച്ചാൽ പോരല്ലോ, നമ്മൾ ഉണ്ടാക്കുന്ന സക്സസ് മാത്രം പോരല്ലോ, പരാജയവും വേണ്ട. ബാറ്ററൊക്കെ നല്ല നെയ്യപ്പത്തിൻ്റെ പാകത്തിനുള്ള തിക്ക് തന്നെ കേട്ടോ. പക്ഷെ സംഭവം എവിടെ പാളിയെന്നറിയില്ല. എന്തായാലും ഇങ്ങനെ ചുട്ടെടുക്കട്ടെ. അവസാന പ്രതീക്ഷ കേട്ടോ ലാസ്റ്റൊക്കെ ആവുമ്പോഴേലും നേരാവും എന്നുള്ളത്. പക്ഷെ എന്ത് പറയാ, പ്രാവശ്യത്തെ നെയ്യപ്പം ഇങ്ങനെ ആയിട്ടോ. സങ്കടം കേസ്. നല്ല കളറില്ല ശർക്കര ഉണ്ടോ കിട്ടിയതൊക്കെ. പക്ഷെ നെയ്യപ്പം ശരിയായില്ല. ഇത് കുറച്ച് കറുപ്പ് കൂടിപ്പോയി. ഇതൊക്കെ വെവ്വേറെ കേട്ടോ, ഓരോരോ ഷേപ്പിൽ. ഇതിപ്പോൾ ഇനിയിപ്പോൾ തിന്നുമ്പോൾ എന്തെല്ലാം കമൻറ്റ് കേൾക്കേണ്ടി വരും ഞാൻ എഴുതിയിട്ട്. അവസാനത്തെ പ്രതീക്ഷ കഴിഞ്ഞതും പോയി. ഇനി അതും കൂടി വാങ്ങട്ടെ കേട്ടോ. അതാ അപ്പോൾ നമ്മളെ കടലക്കറി ഇവിടെ കുക്കറിലായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എന്നിട്ടോ ചോറ്റിനുള്ള അരിയൊക്കെ ഇട്ടു, അത് തിളവന്നു കേട്ടോ. അത് കുറച്ച് നേരം അവിടെ കടന്നിങ്ങനെ കത്തേണ്ടി വരും. ഇത് നമ്മളെ കറിക്കുള്ള തേങ്ങ, നമ്മളെ എന്തൊക്കെ പുട്ടക്കുള്ള തേങ്ങ, ഇത് ഞങ്ങൾക്ക് അത്താഴത്തിനുള്ള ഉണക്കമീൻ സ്രാവും മാന്തള് മീനും കേട്ടോ. ഇനി ഇതിട്ട് വെള്ളം പറന്ന് വെക്കട്ടെ. പിന്നെ ഇത് ഞങ്ങൾക്ക് കഴുകാനുള്ള പാത്രങ്ങളും കഴുകാനുള്ള പാത്രങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മളെ പുട്ട് ഇവിടെ റെഡി. ഇപ്പോൾ ഒരു കുറ്റി പുട്ട് ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നേരെ നമ്മളെ കാസറോൾക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് അത് അടച്ചു വെക്കുക. അടുത്തത് അവിടെ ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതട്ടോ അങ്ങനെ ഞങ്ങളെ ചോറ് ഇവിടെ വെന്ത് ദൂറ്റിലടത്തിട്ടാ. മീൻ പൊരിച്ചലടത്തി, പപ്പടത്തിനുള്ള എണ്ണ അവിടെ വെച്ച് കൊണ്ട് ചൂടാവാനും. ഇതായിട്ട് പിന്നെ ഞങ്ങൾക്ക് എന്ത് വേണം, ചായ കാച്ചണം. ചായ കാച്ചണേൽ ആദ്യം ഇത് ശരിയാക്കണം. ശർക്കരപ്പാനി ഉണ്ടാക്കിയതാണ്. ഇതൊന്ന് കുറച്ച് വെള്ളത്തിൽ മെൽറ്റാക്കി എടുക്കണം. എന്നിട്ട് വേണം ചായക്കാൻ. നാളെ കരുത്തപ്പം ചൂടാ.
ഇന്നത്തെ നെജ്ജപ്പം ഫ്ലോപ്പ്. അപ്പോൾ നാളെ കറ്റപ്പം ചൂടാ. വേണ്ടടി ഇതായിരുന്നപ്പോ ഓക്കെ. അപ്പം അങ്ങനെതാ നമുക്കുള്ള ജ്യൂസിനുള്ള ഐറ്റം ഇവിടെ എത്തിട്ടോ. ഇതാ ടെൻഡർ കോക്കനട്ട് പൾപ്പ്. ഇത് വെച്ചിട്ടാണ് കേട്ടോ അന്നത്തെ നമ്മളെ ജ്യൂസ്. ഇതാ ഇതാ പൈനാപ്പിള്, മുന്തിരി കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ മാറ്റിയേക്കട്ടെ. ഇതാ കേട്ടോ നമ്മുടെ ചായക്കിലോ വെള്ളം വെച്ചു. ഉപ്പേരിതാ ഇതിൻ്റെ അടിയിലുള്ള പാത്രത്തിൽ നമ്മളെ തക്കാളി കറിയാണ് കേട്ടോ. നെയ്യപ്പം, മുന്തിരി, ഈത്തപ്പഴം, വത്തക്ക, ഇത് നന്നാരി സർബത്ത്, ഇത് ഇളനീർ ജ്യൂസ്. അങ്ങനെ അത് ചായ ഇവിടെ ആയിട്ടോ. പിന്നെതാ ഇവിടെ നമ്മളെ മീൻ പൊരിച്ചാൻ വെച്ചിരിക്കണം. അതിൽ കുറച്ച് എണ്ണ കേട്ടോ. അപ്പം അത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. അപ്പം അതാ കടലക്കറി നമ്മൾ തേങ്ങ ഒഴിച്ചിട്ടേ, തേങ്ങ അരപ്പൊഴിച്ചിട്ടതിന് ശേഷം നമ്മൾ ഇതാക്കിയിരുന്നില്ല, എന്താക്കിയിരുന്നില്ല, തിളപ്പിച്ചിരുന്നില്ല. അപ്പം അത് തിളക്കാൻ വെച്ചിരിക്കാം കേട്ടോ. ഇതാ ഫ്രൂട്ടി ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പൊ ഗൈസ് നമ്മളെ ചായയുടെ ഏകദേശം കഴിയാനായിട്ടോ. ആ സമയത്താണ് ഒന്നുമല്ല കേട്ടോ, നമ്മൾ ഒരു ഫോൺ കോളിലായിരുന്നു, ഉമ്മ വിളിക്കായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കണ കാര്യം മറന്നു. അപ്പം ഇതാ പുട്ടും കടലയും ഇത് കഴിച്ചിട്ട് അങ്ങോട്ട് പോണില്ലാന്ന്. കാരണം എന്താ വെച്ചാൽ ഇളനീർ ജ്യൂസ് കുടിച്ചിട്ട് ഫുള്ളത് അമ്മ പുട്ട് വല്ലാതെ പോണില്ല. എന്തായാലും ഇന്നത്തെ ഇത്രയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ആ ഫ്രൂട്ടി നമ്മൾ എടുത്തിട്ടില്ല, ചിലപ്പോൾ പൊട്ടിച്ച് കുടിച്ചു കുറച്ച് കഴിഞ്ഞാൽ. അപ്പം ഇതാ കാക്കു ഇവിടെ ഉണ്ട് കേട്ടോ. കാക്കുൻ്റെ ചായ കഴിഞ്ഞിരിക്കണു, നെയ്യപ്പം കഴിക്കണം. അപ്പോൾ അതെ സംഭവം അത്രേ ഉള്ളൂ കേട്ടോ. ആ അത്താഴത്തിന് കാണാം. അത്താഴത്തിന് എന്താ നമ്മൾ ഇല്ല ഫ്രൂട്ട്സ്, ചിലപ്പോൾ അതിലേറെ ഒന്ന് ഒരു നെയ്യപ്പം കഴിച്ചൊന്ന് വരും കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതാ അത്താഴത്തിൻ്റെ സമയമായിട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ ഇതാ മുന്തിരി ഉണ്ട്, മിന്നുവിൻ്റെ കയ്യിലാട്ടോ. അവിടുന്ന് തട്ടിപ്പറിച്ച് മേടിച്ചാണ്. ഇതാ വത്തക്ക ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ അത്താഴം. പിന്നെ ഒരു നെയ്യപ്പം കഴിച്ചു. അപ്പം ഞാനിതൊക്കെ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.